ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുളു മനാലിയിലേക്കുള്ള ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതനുസരിച്ചാണ് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയതും. പക്ഷേ കുളു മനാലിയിലെ കാലാവസ്ഥ മോശമായതിനാൽ അവിടെ മഴയും വെള്ളപ്പൊക്കവും കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാതെയായി. ഏകദേശം 2 ദിവസത്തോളം ഞങ്ങൾ ഡൽഹിയിൽ സ്റ്റേ ചെയ്ത് നോക്കി. പക്ഷേ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. ഡൽഹിയിൽ എത്തിയ ദിവസം തന്നെ നമുക്ക് കുളു മനാലി പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ യാത്രയിൽ ഞങ്ങളൊരു ഫാമിലിയെ പരിചയപ്പെടുകയുണ്ടായി. അവർ ഇതുപോലെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുകയുണ്ടായി. ഞങ്ങൾ കുളു മനാലി പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവർ ഞങ്ങൾക്കൊരു ഓപ്ഷൻ പറയുകയും ആ ഓപ്ഷന് വേണ്ട കാര്യങ്ങൾ, ആ ട്രിപ്പിന് വേണ്ട കാര്യങ്ങളും സഹായങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. അതനുസരിച്ച് ഞങ്ങൾ ആ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ അവർ തന്ന കോൺടാക്ട് നമ്പറിൽ നമ്മൾ വിളിക്കുകയും ടൂർ പാക്കേജിനെ കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്കത് അനുയോജ്യമായതിനാൽ പിന്നെ ഒന്നും നോക്കാതെ ഞങ്ങൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ചുറ്റും മഞ്ഞുള്ള ഒരു സ്ഥലത്ത് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുളു മനാലി സെലക്ട് ചെയ്തതും. പക്ഷേ അതിലും അപ്രതീക്ഷിതമായി എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിനകത്തെത്തി. ഏകദേശം 1.5 മണിക്കൂറാണ് ഡൽഹിയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് എത്താനുള്ള ദൂരം. അപ്പോൾ ഒരു സാൻഡ്വിച്ചും ഒരു ബോട്ടിൽ വെള്ളമൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇനി ഏതാണ് സ്ഥലമെന്നുള്ളതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.